തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരമ്പരാഗത രീതികൾ ഉണ്ട് എന്നുമെന്നും അവർ അനുവർത്തിച്ചു പോരുന്ന രീതികളുണ്ട്. ഒപ്പം പുതുവഴികൾ തേടുന്നുണ്ട് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങളിലേക്കാണ് പുതുതലമുറയിലേക്കും കന്നി വോട്ടർമാരിലേക്കും എത്താൻ ഏറ്റവും എളുപ്പമാർഗമെന്ന് അവർ കരുതുകയാണ്. ഇൻസ്റ്റഗ്രാം റീലുകൾ അടക്കി വാഴുന്ന പുസ്തകങ്ങളുടെ കവർ ചിത്രം സ്ഥാനാർത്ഥി ചിത്രമാകുന്ന പുതു ട്രെൻഡിന്റെ വോട്ട് വിശേഷങ്ങൾ ഇനി കാണാം. അകലെയേക്കാൾ അകലെയാകുന്നു, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. 1990 എഴുതിയ എൻ മോഹനന്റെ കുഞ്ഞു നോവൽ, ഹൃദയഹാരിയായ നഷ്ടപ്രണയത്തിന്റെ വിങ്ങലും വെമ്പലും ഉൾക്കൊണ്ട കഥ. പുറത്തിറങ്ങി 3 പതിറ്റാണ്ടിന് ശേഷം ആ പുസ്തകം അന്ന് ജനിച്ചിട്ടില്ലാത്തവർ പോലും ഏറ്റെടുത്ത് ആഘോഷമാക്കി. പറഞ്ഞുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഥ തന്നെയാണ്. പുതിയ വോട്ടർമാരിലേക്കും അത്ര പുതിയതല്ലാത്തവരിലേക്കും സ്ഥാനാർത്ഥികൾ പഴയ ചിരിപ്പടങ്ങളായി മാത്രമല്ല എത്തുന്നത്. സാധ്യമായ എല്ലാ പ്രചരണ തന്ത്രങ്ങളും പയറ്റി വോട്ട് തേടുകയാണ് അവർ. ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഹിറ്റായ ചില പുസ്തകങ്ങളുടെ സ്വീകാര്യത തന്നെയാണ് സമൂഹ മാധ്യമ ചുമരുകളിൽ പോസ്റ്റുകളാകുന്നത്. യുവ എഴുത്തുകാരി നിംന വിജയുടെ സ്വയം സ്നേഹിക്കാൻ പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, റാമിന്റെയും ആനന്ദിയുടെയും കാത്തിരിപ്പ് കഥ പറയുന്ന റാം കെയർ ഓഫ് ആനന്ദി എന്നീ പുസ്തകങ്ങളാണ് പുതിയ കാലത്തിന്റെ വോട്ട് ചിത്രം. വടകരയിലെ കെ ശൈലജയ്ക്കായും ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥിനായും ആലത്തൂരിനെ ഏറ്റവും പ്രിയപ്പെട്ട രാധേട്ടനായും ഒരിക്കൽ കൂടി ആരിഫ് എന്ന് ആലപ്പുഴയിൽ ആരിഫ് മുഹമ്മദിനായും വോട്ട് തേടുന്നു. ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഫസ്റ്റ് അടിച്ച ഇടതുപക്ഷമാണ് വൈറൽ പുസ്തക പോസ്റ്റുമായി ആദ്യമെത്തിയത്. ട്രെൻഡ് പിന്തുടരാൻ മറ്റു പാർട്ടികളും സ്ഥാനാർത്ഥികളുമുണ്ട്. മെഗാ ഹിറ്റായ സിനിമകളും പോസ്റ്ററുകളായി എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് NK പ്രേമചന്ദ്രനായി പ്രേമലുവും പ്രേമയുഗവും പോസ്റ്റുകളായി. വോട്ട് വഴിക്കായി ക്ലിക്കാവുന്ന ഹിറ്റടിക്കുന്ന വഴികളെല്ലാം തേടുകയാണ് സ്ഥാനാർത്ഥികൾ. കത്തുന്ന വേനൽ ചൂടിലും ആകെ മൊത്തം കളറാണ് പ്രചാരണം. വോട്ട് തേടാൻ മാറി ചിന്തിച്ചു തുടങ്ങിയ സ്ഥാനാർത്ഥികളും ഒരു പ്രതീക്ഷയാണ്. ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു അയാളുടെ പ്രണയം. ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു അയാളുടെ ഇഷ്ടം. മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്ക്. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.